എൻ്റെ വീഡിയോ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഹായ്. പിന്നെ ഉള്ളത് എൻ്റെ മോൻ, കുറേ നാൾക്ക് ശേഷം അവനും കാണുമ്പോൾ അവനും ഹായ്. പിന്നെ എന്താ പറയുക, എൻ്റെ നെക്സ്റ്റ് കഴിഞ്ഞ പോയ വീഡിയോയിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ പ്രഗ്നൻസിയുടെ എക്സ്പീരിയൻസാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. നിങ്ങളോടൊന്നല്ല, എൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ട് ഇത് ഷെയർ ചെയ്യാനുള്ളത് എൻ്റെ മോനോടാണ്. അവൻ കുറേ നാൾ കഴിയുമ്പോൾ, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോ തന്നെ, കുറേ നാൾ കഴിയുമ്പോൾ അവൻ്റെ ഒരു പ്രഗ്നൻസി കണ്ടീഷൻ, അമ്മ ഇങ്ങനെയായിരുന്നു, അങ്ങനെയായിരുന്നു എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ആരെങ്കിലും കാണുന്നെങ്കിൽ അവർക്കും ഒരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ, ഒരു സന്തോഷം ആയിക്കോട്ടെ. ഇങ്ങനെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആളുകൾ കാണുമല്ലോ, അപ്പോൾ അവരുടെയും പിന്നെ എക്സ്പീരിയൻസ് എൻ്റെ പോലെ സെയിം ആണെങ്കിൽ കമൻറ്റ് ചെയ്യുക കാണുന്നവരുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ എന്താ ഞാൻ എങ്ങനെയാണ് പ്രഗ്നൻസി കൺസീവ് ആയെന്നുള്ള കാര്യം അതിനകത്ത് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തത് ഞാൻ എൻ്റെ ഫസ്റ്റ് മന്ത്, സെക്കൻഡ് മന്ത്, തേർഡ് മന്തിൻ്റെ കാര്യം പറയുന്നത്. എൻ്റെ ഫസ്റ്റ് മന്ത്, സെക്കൻഡ് മന്ത്, തേർഡ് മന്തിൽ ആദ്യം തന്നെ ആയിരിക്കും ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസൊന്നും ഞാൻ അധികം എടുത്തിട്ടില്ല. കുറേ ഫസ്റ്റ് മന്തിൻ്റെയും സെക്കൻഡ് മന്തിൻ്റെയും ഒരേ ഡ്രസ്സിൽ ഞാൻ കുറേ എടുത്തിട്ടുണ്ട്. 9 മാസം വരെ എടുത്തിട്ടുണ്ടായിരുന്നു ഒരേ ഡ്രസ്സിൽ തന്നെ. നമ്മളെ വയറ് ഒന്ന് എക്സ്പോസ് എങ്ങനെ സെക്കൻഡ് മന്തിൽ എത്രയായി, തേർഡ് മന്തിൽ എത്രയായി എന്നൊക്കെയുള്ള രീതിക്ക് നമുക്ക് കാണാൻ പറ്റും. അത് ഒരു ഡ്രസ്സിൽ തന്നെ എടുക്കുന്നത്, പല ഡ്രസ്സിലൊന്നുമല്ല. കാരണം പല ഡ്രസ്സ് എടുത്താൽ ഒരു ഭംഗിയില്ല. ഒരു ഡ്രസ്സ് തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വ്യത്യാസം തിരിച്ചറിയാൻ പറ്റും. ഞാനൊരു ബ്ലൂയിലാണ് എടുത്തത്, അത് ഞാനിപ്പോൾ ഇവിടെ കാണിക്കാം. കണ്ടോ, ഇതാണ് സംഭവം. അപ്പോൾ എന്നിട്ട് ഞാനിത് 9 മാസം കറക്റ്റ് നയൻത്ത് മന്തിൽ എനിക്കത് ആ ഡ്രസ്സ് ഇടാൻ പറ്റില്ല. കാരണം അത് ഇത്തിരി ഫിറ്റായിപ്പോയി, കയ്യൊക്കെ ഭയങ്കര ഫിറ്റായിപ്പോയി. പിന്നെ വയറാണെങ്കിലും ഭയങ്കര ടൈറ്റായിട്ട് ഒരു ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വേറെ ഡ്രസ്സില്ല, അതേ സെയിം കളർ തന്നെ വേറെ ഡ്രസ്സ് ഇട്ടിട്ടാണ് ഞാൻ അത് ചെയ്തത്. ഓക്കെ, ഞാനത് ഒക്കെ അടുത്ത വരുന്ന വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ്, സെക്കൻഡ് മന്ത്, തേർഡ് ഞാനത് ശരിക്കും പറഞ്ഞാൽ ഈ ഫോട്ടോസ് എടുക്കാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനതൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എടുത്തത്. അത് ഞാൻ വീഡിയോ ചെയ്ത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോഴൊന്നും എനിക്ക് ഈ യൂട്യൂബിൻ്റെ ഐഡിയയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, അതൊന്നും തലയ്ക്ക് പോയില്ല. അപ്പോൾ അത് ഞാൻ ഇട്ടതിന് ശേഷം ആ ഫോട്ടോസ് തന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. കാരണം ഓൾറെഡി ഉണ്ടല്ലോ ഇൻസ്റ്റാഗ്രാമിൽ അത് കിടപ്പുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ അത് സേവ് ചെയ്ത് വെച്ച് എൻ്റെ ഫോൺ മെമ്മറി ഫുള്ളാക്കണമെന്ന് വെച്ചിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഇപ്പം ഞാൻ ആ വീഡിയോയിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ കാണിച്ചു തന്നതൊക്കെ വീഡിയോയിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്ത ഫോട്ടോസൊക്കെയാണ്. അപ്പോൾ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എടുത്ത് വയ്ക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ അതൊരു മെമ്മറിയാണ്. നമുക്ക് കുറേ നാൾ കഴിയുമ്പോൾ അതൊരു മെമ്മറി അല്ലേ, സന്തോഷമല്ലേ ഇത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്തത്. പിന്നെ ആ ഡ്രസ്സും അതെനിക്ക് കല്യാണത്തിൻ്റെ ഹസ്ബൻഡ് എടുത്തതെന്ന് ഡ്രസ്സാണ്. അപ്പോൾ അതും ഒരു മെമ്മറിയാണ്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തു വെച്ചത്. ഓക്കെ, ഇനി എൻ്റെ ആ സമയത്തുള്ള കുറേ കാര്യങ്ങൾ പറയാം. ഫസ്റ്റ് മന്തിൽ കുറച്ച് ദിവസങ്ങളുണ്ടായുള്ളൂ എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു, ചെനിക്കുത്ത് പോലെ തലവേദന. അതായത് രാവിലെ ഒരു 8:30, 8:45 ആകുമ്പോൾ ആ ഒരു വേദന തുടങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര വേദനയായിരുന്നു. പിന്നെ ഗ്യാസിന് ടാബ്ലറ്റ് കഴിച്ച് കഴിയുമ്പോഴാണ് എനിക്ക് ആ വേദന ഒരു 1/2-3/4 മണിക്കൂർ കഴിയുമ്പോൾ എങ്ങനെ പോയെന്ന് അറിയാൻ പാടില്ല. ഗ്യാസിന് ടാബ്ലറ്റ് കഴിച്ച് കഴിയുമ്പോൾ ആ വേദനയൊക്കെ പോയി. പിന്നെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ വേദനയൊക്കെ പോയി. പിന്നെ ഉള്ളത് ഉച്ചയ്ക്ക് ശേഷം ഒരു 12 മണിയാകുമ്പോൾ പിന്നെ ആ വേദന അതേപോലെ തന്നെ വരും. ഞാനിങ്ങനെ കിടക്കണം, അത് അങ്ങനത്തെ ഒരു വേദന അപ്പോഴും വേദന വരും. പിന്നെ ഉള്ളത് അതൊക്കെ ആദ്യത്തെ ഒരു മാസം ഒക്കെ അത്രേ ഉണ്ടായുള്ളൂ. പിന്നെ ഛർദിൽ എന്ന് പറഞ്ഞ സംഭവം അങ്ങനെ അധികം ഉണ്ടായിരുന്നില്ല. എൻ്റെ ആ സമയത്ത് എൻ്റെ നാത്തൂനും മോളൊക്കെ ഉണ്ടായിരുന്നു. നാത്തൂൻ പ്രസവിക്കുന്ന സമയമൊക്കെ ആയിരുന്നു. അപ്പോൾ നാത്തൂനും മോളും എൻ്റെ ഹസ്ബൻഡും പറയുമായിരുന്നു. അപ്പോൾ അവരിന്ന് പറയും, പ്രഗ്നൻ്റ് ആയി ഒന്ന് ഛർദ്ദിക്കണം, നീ എന്തെങ്കിലും ഛർദ്ദിക്കണം എന്നൊക്കെ ചോദിക്കും, തമാശയ്ക്ക് ചോദിക്കുന്ന. അപ്പോൾ പക്ഷേ എനിക്കെന്തോ ഛർദ്ദിലെ സംഭവം ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഉള്ള സംഭവം വെച്ചാൽ ഈ ആപ്പിള കഴിക്കുമ്പോൾ ഒരു കോൺസ്റ്റിപ്പേഷൻ പോലെ ബുദ്ധിമുട്ട് വരുമായിരുന്നു. ആപ്പിൾ കഴിക്കുമ്പോൾ അത് ആപ്പിൾ കുറേ നാൾ കഴിയുമ്പോൾ മാറ്റി. ചെറിയ ആപ്പിളാണെങ്കിൽ അത്ര ബുദ്ധിമുട്ടില്ല, വലിയ ആപ്പിളിനാണ് ഈ ബുദ്ധിമുട്ട്. പിന്നെ ഉള്ളത് ചുമന്ന മുന്തിരി കഴിക്കുമ്പോൾ ചുമന്ന മുന്തിരിയുടെ ജ്യൂസ് കഴിക്കുമ്പോൾ എന്താ പറയുക, ആ ഗ്രേപ്സിനൊരു അത് ജ്യൂസ് അടിച്ചിട്ട് ഞാൻ വെള്ളം വെച്ചിട്ടാണ് കുടിക്കുന്നത്. പക്ഷെ അത് കഴിച്ചു കഴിയുമ്പോഴും ഭയങ്കര എന്തോ ഇങ്ങനെ ഉള്ളിൽ നിന്ന് ഛർദ്ദിക്കാൻ വന്നവരും, പക്ഷേ ഛർദ്ദിക്കില്ല, അത് വേറെ കാര്യം. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. അത് 2 പ്രാവശ്യം കഴിച്ചപ്പോഴും അങ്ങനെ തന്നെ ബുദ്ധിമുട്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഒരു ചെക്കപ്പിന് വേണ്ടി എടപ്പാൾ ഹോസ്പിറ്റലിൽ പോയ സമയത്താണ് നമ്മൾ ഏതൊക്കെ ഫ്രൂട്ട്സാണ് കഴിക്കാൻ പാടില്ലാത്തത് എന്നുള്ളൊരു സംഭവം അതിനകത്ത് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഈ മുന്തിരി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനോടും ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ നഴ്സുമാരോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും കഴിച്ചിട്ടുണ്ട്, അവരുടെ പ്രഗ്നൻസി കണ്ടീഷൻസിലൊക്കെ കഴിച്ചിട്ടുണ്ട് ഈ ഗ്രേപ്സ്. ബട്ട് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ
ഇപ്പോഴത്തെ ഈ മുന്തിരികളെന്ന് പറയുന്നത് മൊത്തം മരുന്നടിച്ച് വരുന്ന സാധനങ്ങളല്ലേ. അപ്പോൾ ഇത് എത്ര നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചാലും അതിൻ്റെ മരുന്ന് പോവുകയെന്നാണ് പറയുന്നത്. അപ്പം ഒന്നെങ്കിൽ അത് രണ്ട് ദിവസമെങ്കിലും വെള്ളത്തിട്ട് വെക്കണം അത്രേ. എന്നിട്ട് നന്നായിട്ട് കഴുകി മഞ്ഞപ്പൊടിയിലൊക്കെ ഇട്ട് കഴുകി 2 ദിവസമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ സാധനം പോവുള്ളെന്നാണ് പറയുന്നത്, ആ ഒരു മരുന്ന്. അതുകൊണ്ടാണ് ഡോക്ടേഴ്സ് കൂടുതലും അതിപ്പോൾ കഴിക്കരുത് എന്ന് പറയുന്നതെന്ന്. ഓക്കെ, എനിവേ ഞാൻ 2 പ്രാവശ്യം കഴിച്ചിട്ടുള്ളൂ. അതും അതിൻ്റെ ജസ്റ്റ് ഒരു നന്നായിട്ട് പിഴിഞ്ഞ് പൾപ്പെടുത്തിട്ട് ഇച്ചിരി വെള്ളം ഇടയ്ക്കിടയ്ക്ക് വെള്ളം കൂട്ടി ഞാൻ 2 പ്രാവശ്യം കഴിച്ചത്. പിന്നെ കഴിച്ചിട്ടില്ല കേട്ടോ. പിന്നെ കൂടുതൽ കഴിച്ചിട്ടുണ്ട് ജ്യൂസ് എന്ന് പറയുന്നത്. എൻ്റെ ഒരു കസിൻ സിസ് പറഞ്ഞായിരുന്നു, ഈ മറ്റേ മാതൃനാരങ്ങയുടെ അല്ലി എടുത്തിട്ട് ഓറഞ്ചിൻ്റെ ജ്യൂസിൻ്റെ ഒപ്പം പിന്നെ മിക്സ് ചെയ്ത് വെക്കുക, എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നീ വെള്ളം ഒഴിച്ചിട്ട് അത് ജ്യൂസായിട്ട് കഴിക്കുക. കാരണം പച്ചവെള്ളം അതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഒന്നാമത് എല്ലാവരും പറയും വെള്ളം കുടിക്കണം എന്ന് പറയും. പക്ഷേ വെള്ളം ആ സമയത്തേക്ക് വെള്ളം കുടിക്കുമ്പോൾ എന്തോ എനിക്ക് ഇത്ര അലർജി ആയിട്ടുള്ള സാധനം വെള്ളം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വെള്ളം കുടിക്കാനായിട്ട്. അപ്പോഴാണ് ഈ സംഭവം ഇങ്ങനെ ജ്യൂസ് ഉണ്ടാക്കി കഴിക്കാം. അങ്ങനെ ജ്യൂസ് ഉണ്ടാക്കി വെച്ചിട്ട് അതിൽ ഞാൻ വെള്ളം വെച്ചിട്ട് അപ്പോൾ കൂടുതൽ ജ്യൂസായിട്ട് വെള്ളമായിട്ട് അങ്ങനെ ചെല്ലുമായിരുന്നു. ചിലർ പറയും ഇങ്ങനെ കൂടുതൽ ഇങ്ങനെ പഞ്ചസാര ഇട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ വരും. പക്ഷേ എനിക്കങ്ങനെ ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല, ഷുഗറും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെന്താണ് പിന്നെയുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ, ആദ്യത്തെ ഫസ്റ്റ് മന്തിൻ്റെ ഹാഫ് മന്ത് വരെ എന്ന് തോന്നുന്നു, സെക്കൻഡ് മന്ത് വരെ എനിക്ക് മൂഡ് സീക്ക്നെസ് എന്ന് പറഞ്ഞാൽ, അത് സെക്കൻഡ് മന്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മൂഡ് സീക്ക്നെസ്, അതായത് എനിക്ക് ഭയങ്കര വിഷമം. എന്നാൽ സന്തോഷമാണെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. പക്ഷേ എന്നെ എന്തെങ്കിലും ഒരു ചെറിയതിന് പോലും ഇപ്പം ഇതെടുക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. വിഷമം എന്ന് പറഞ്ഞാൽ വിഷമം തിങ്ങി എനിക്ക് എന്താണ് എന്നുള്ള അത് എനിക്ക് പറയാൻ പറ്റില്ല. അമ്മാതിരി വിഷമമായിരുന്നു ആ സമയത്തൊക്കെ. ഭയങ്കര ഒരു ഇങ്ങനെ നമ്മളെ ഉള്ളിൽ എന്തോ ഇതിങ്ങനെ തങ്ങി നിൽക്കുന്ന പോലത്തെ ഒരവസ്ഥ. അപ്പോൾ അങ്ങനത്തെ വിഷമ കാലഘട്ടങ്ങൾ ഒരു 1-2 മാസമൊക്കെ. ആ സമയത്തേക്ക് എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ വീട്ടിൽ പോകണം, അല്ലെങ്കിൽ എനിക്ക് ഇവിടുന്ന് ഈ അറ്റ്മോസ്ഫിയർ മാറണം. അങ്ങനത്തെ ഒരു വല്ലാത്തൊരു അസ്വസ്ഥതയായിരുന്നു. എൻ്റെ ഹസ്ബൻഡിനോടാണെങ്കിലും ദേഷ്യവും വഴക്കും അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു ആ സമയത്തൊക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് 2.5 മാസം ആയപ്പോൾ ഞാൻ നേരെ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. മലപ്പുറത്തുനിന്ന് നേരെ എൻ്റെ വീട് ആലപ്പുഴയിലേക്ക് വന്നു. അതേപോലെ എൻ്റെ വീട് ആലപ്പുഴയാണെങ്കിലും എറണാകുളം അടുത്താണ്, അരൂർ കഴിഞ്ഞിട്ടാണ്. സോ ഞാൻ 4.5 മണിക്കൂർ ഓട്ടമുണ്ട്. കറക്റ്റ് ഞാനിവിടെ എത്തി. സീറ്റൊക്കെ ഇങ്ങനെ ഒരു കിടത്തിയിട്ടിട്ടാണ് ഞാനിങ്ങനെ ഫ്രണ്ട് സീറ്റിലിരുന്നിട്ടാണ് പോകുന്നത്. ഇവിടെ എത്തി. പിന്നെ ഇവിടെ എത്തിയിട്ട് ഒരു 10-15 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങി. കാരണം എൻ്റെ 3-ാം മാസത്തെ സ്കാനിങ് ശരിക്കും എൻ്റെ ഹോസ്പിറ്റലാണ് നടക്കുന്നത്. കാരണം എൻ്റെ ഹോസ്പിറ്റലിൽ ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു ഗൈനക്കോളജി ഹോസ്പിറ്റലാണ്, പള്ളുരുത്തിയിൽ. അപ്പോൾ അവിടെ എന്താ പറയുക, എൻ്റെ സ്കാനിങ് 3-ാമത്തെ സ്കാനിങ് അൾട്രാസൗണ്ട് അവിടെ ചെയ്തത്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഫസ്റ്റ്, സെക്കൻഡ് മന്ത്, തേർഡ് മന്തിൻ്റെ കാര്യങ്ങൾ. പിന്നെന്താ പറയുക, പിന്നെ ചിലർ പറയാറുണ്ട് പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിക്കൻ കഴിക്കരുത്, ചിക്കൻ ചൂടാണ് എന്ന് പറയും. അത് എനിക്ക് അത് ശരിയാണ് പറയുന്നത്. ബട്ട് ഞാൻ എൻ്റെ ഫസ്റ്റ് മന്ത് മുതൽ ചിക്കൻ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് മന്ത് വരെ എനിക്ക് പ്രസവിക്കണം എൻ്റെ ഒരു 2-3 ദിവസം 2 ദിവസം മുന്നേ വരെ ഞാൻ കഴിച്ചിട്ടുണ്ട് ചിക്കൻ. കാരണം ഞാൻ ഓൾമോസ്റ്റ് എല്ലാ ഫുഡും കഴിക്കുമായിരുന്നു. ഒന്നും എനിക്ക് വേണ്ടായിരിക്കില്ലായിരുന്നു, എന്ത് സാധനം. ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അവരുടെ കറി വരെ ഞാൻ എടുക്കുമായിരുന്നു. എല്ലാ കറിയും തിന്നുമായിരുന്നു. കാരണം എനിക്ക് ഒന്നും വേണ്ടായിരിക്കില്ലായിരുന്നു. പിന്നെ എനിക്ക് ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നിയത് ചിക്കൻ മസാല, ഗരം മസാല അങ്ങനത്തെ കാര്യത്തിനോടൊക്കെ എനിക്ക് എന്തോ ഒരു ഗരം മസാലയുടെ ഒക്കെ മണം, ചിക്കൻ മസാലയുടെ ഒക്കെ ഒരു മണം എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തോന്നിയായിരുന്നു. എന്നാലും ഞാൻ ചിക്കൻ കഴിക്കുമായിരുന്നു, ചിക്കൻ കറി കാര്യങ്ങളൊക്കെ കഴിക്കുമായിരുന്നു. തീറ്റയ്ക്കൊരു കുറവില്ലായിരുന്നു. എന്തുകൊണ്ടോ എൻ്റെ മോൻ എന്നോട് ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കണം അമ്മയ്ക്ക് ഒരു വിഷമം ഉണ്ടാക്കിയിട്ടില്ല എൻ്റെ മോൻ. ഫസ്റ്റ് മന്ത് തുടങ്ങി 9th മന്ത് വരെ, അത് കഴിഞ്ഞിട്ടുള്ള സമയത്താണെങ്കിലും എന്നെ അധികം ബുദ്ധിമുട്ടിച്ചിട്ടില്ല എൻ്റെ പൊന്നും മോൻ. അതും പറയണമല്ലോ. പിന്നെ
ഇതൊക്കെയാണ് ഫസ്റ്റ് സെക്കൻഡ് മന്ത് തേർഡ് മന്തിൻ്റെ കാര്യങ്ങളൊക്കെ. ഇനി തേർഡ് മന്ത് തുടങ്ങി ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങിയുള്ള കാര്യങ്ങൾ ഇനി പിന്നെ പറയാം. അപ്പോൾ ഇതൊക്കെയാണ് പറയുന്നത്. പിന്നെന്താണ്, അപ്പോൾ താങ്ക് യു. ആദ്യത്തെ ഫസ്റ്റ് സെക്കൻഡ് മന്ത് തേർഡ് മന്തൊക്കെ എനിക്ക് ഇത്രയും എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ഇത് വേറെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒരുപാട് നന്ദി. പിന്നെ എന്നെപ്പോലത്തെ ഈ ഒരു ഛർദിലുമില്ല ഒന്നുമില്ലാതെ ദൈവാനുഗ്രഹം കൊണ്ടും കൊണ്ട് ഒരു കുഴപ്പമില്ലാണ്ടിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യുക. ഈ